ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് ഓംലേറ്റ് ആണ്. ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയുന്ന സമയത്ത് രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എല്ലാവരുടെ വീട്ടിലും ബ്രെഡും ഇതെല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇവിടെ ഞാൻ കാണിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് നമുക്കിപ്പോൾ സ്കൂളിലേക്ക് പോകണ കുട്ടികൾ പെട്ടെന്ന് ഒരു ദോശ ഇഡ്ഡലി ഒന്നും നമ്മുടെ അവിടെ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് അത്. നമുക്കിപ്പോൾ ഒരു ടൂർ പോവായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു അതിഥികൾ വരികയായിക്കോട്ടെ, ആർക്കാണെങ്കിലും അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നമുക്കപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ബ്രെഡാണ്. ബ്രെഡ്, മുട്ട, കുരുമുളക് പൊടി, മയോൻസ്, പിന്നെ തക്കാളി സോസ്, മല്ലിയില, ഉള്ളി, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മുട്ടയൊന്ന് ആംപ്ലേറ്റ് ആക്കി എടുക്കണം. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. ഉള്ളിയോ പച്ചമുളകോ ഒക്കെ ഒന്ന് അരിയണം. നമുക്ക് അതൊന്ന് അരിഞ്ഞെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഒരു പീസ് മതി. നല്ല നൈസായി പൊടിയായി അരിയണം. ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, നൈസായി അരിയണം. അപ്പോൾ നമ്മുടെ പച്ചമുളക്, ഉള്ളി, തക്കാളി എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എങ്ങനെ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മുട്ട 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉടച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ബ്രെഡ് ആംപ്ലേറ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 4 ആംപ്ലേറ്റ് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 4 ആംപ്ലേറ്റ് ചുട്ടെടുക്കട്ടെ. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടം. നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് ഓരോന്നായി ഒഴിച്ചു കൊടുക്കാം. തീ കമ്മിയാക്കി വെച്ചോളണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതായിട്ടുണ്ട് എടുക്കാം. നമുക്ക് എല്ലാം അതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ നമുക്കൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കാം. കല്ല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. 1-2 വെച്ച് ചൂടാക്കാം. ഒന്ന് ചൂട് കയറിയാൽ മതി, നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡും ചൂടാക്കി കഴിഞ്ഞ് ഓംലേറ്റും റെഡി ആക്കി കഴിഞ്ഞു. ഇനി ബ്രെഡ് ഓംലേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ പ്ലേറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോരോ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മയോനൈസ് തേച്ച് കൊടുക്കാം. കുറച്ച് എടുത്താൽ മതി. അപ്പോൾ 4 എണ്ണത്തിൽ നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി ഒരു 4 എണ്ണത്തിൽ തക്കാളി സോസും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ മയോനൈസും തേച്ച് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 4 എണ്ണത്തിൽ അതും തേച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഓംലേറ്റ് വെച്ച് കൊടുക്കാം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാരണം നമ്മളെ കുറച്ച് മടക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഞാനൊരു ഭംഗിക്കാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു അതിഥികളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഇത്തിരി കൂടുതലാണ് വെച്ചാൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ മടക്കി
സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേഗം കഴിക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഇത്തിരി കുരുമുളക് പൊടി ഒരു ലൈറ്റായിട്ട് തൂവി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ തൂവിക്കോളൂ, നോക്കിക്കോളൂ. ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ലൈറ്റായിട്ട്. നമ്മൾക്കിനി ഇതിൽ ഇത്തിരി മല്ലിയില നൈസ് പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി സോസ് തേച്ച് ഒടിച്ചിട്ടുണ്ടല്ലോ ബ്രെഡിൽ, അത് നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചാൽ ഇനിയാണ് നമ്മുടെ സെറ്റിങ്സ്. നമ്മൊന്ന് ഇതിനിങ്ങനെ എടുത്ത് കറക്റ്റ് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ദോശക്കല്ലിൽ വെച്ച് ഒന്ന് ചൂടാക്കണമെങ്കിൽ ചൂടാക്കുക, ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ബാബു, നമ്മുടെ ബ്രെഡ് ആംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ടോ? ഒന്ന് കഴിച്ചു നോക്കടാ. ബ്രെഡ് ഓംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സ്പെഷ്യൽ വിഭവമൊന്നും അല്ല. കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിനകത്തും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതിന് അതിനെ നമ്മൾ ഇത്തിരി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് പുഷ്പമ്മന്റെ ഒരു സ്പെഷ്യൽ രീതിയിൽ ഒരു അടിപൊളിയാക്കി എടുത്തേ ഉള്ളൂ. അപ്പൊ അതുപോലെ ചെയ്താൽ ഗംഭീരമായിരിക്കും പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യും, എങ്ങനെയാ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും നമ്മളൊരു കട്ടർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് തോന്നി. അപ്പൊ എന്തായാലും ഇങ്ങനെ കോർണർ ബേസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അതെ, ഇതിനെങ്ങനെ എടുത്തിട്ട് രാഗികളൊക്കെ വരികയാണെങ്കിൽ അടിപൊളി സംഭവമാണ്. ഇതാണ് നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ്. ഗംഭീര ഐറ്റം. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അതാ കടിക്കേണ്ട കൺഫ്യൂഷൻ. നമ്മളിതില് പ്രത്യേകിച്ച് ഇതിപ്പോ എങ്ങനെ നല്ലതാണോ കേട്ടോ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാലും മൈനസും നമ്മുടെ തക്കാളി സോസും ഒക്കെ തേച്ച് അതിൻ്റെ കൂടെ മല്ലിയിലേക്ക് ഒന്ന് വെതറി കുരുമുളകൊക്കെ ഒന്ന് വെതറി വല്ലാത്തൊരു വൈബിൽ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പം ഗംഭീരമായിട്ട് പറഞ്ഞാൽ ഗംഭീരമായിട്ട്. അപ്പൊ ബാബോ, നമ്മളൊക്കെ ടൂർ പോകുകയാണെങ്കിലേ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്ന സ്ഥലമാണ് വെക്കുക, ഒരു ഷീറ്റൊക്കെ വിരിച്ച് നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടേ കഴിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പൊ ഓംപ്ലേറ്റ് എങ്ങനെ അടിക്കും അവിടെ? നമ്മ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി. സെറ്റ് ചെയ്യണത് അവിടെ പോയി സെറ്റ് ചെയ്യാലോ. പാത്രത്തൊക്കെ ഓംപ്ലേറ്റ് അടിച്ചു കൊണ്ടുപോവുക. ഓംപ്ലേറ്റ് മാത്രം നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അവിടെ പോവാ, ഒന്നിങ്ങനെ തേക്കുക, സെറ്റാക്കുക, കഴിക്കുക. വല്ലാത്ത സുഖമായിരിക്കും. നല്ല തണുത്ത പ്രദേശത്ത് ചൂടോടെ കഴിക്കാൻ ഏറ്റവും സൂപ്പർ ആയിട്ടുമായിരിക്കും. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ വേഗം ഉണ്ടാക്കി കൊടുക്കാം, ഉണ്ടാക്കി കൊടുക്കാം. ഒരു നേരത്തെ ഫുഡാണത്. രാവിലത്തെ ആകാം, രാത്രിത്തെ ആകാം. നമുക്കപ്പോ വലിച്ചു നേട്ടണ്ട, വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു ഫുഡാണ് സംഭവം. എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതേ റെസിപ്പി എന്നൊന്നും പറയാനില്ല, സിമ്പിൾ ആയിട്ട് കുറച്ച് ഐറ്റം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പുഷ്പമ്മനെ അറിയിക്കുക. അപ്പൊ സന്തോഷമാവും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക. അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെല്ലാവർക്കും